ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മുന്നൂസ് ഈസി കിച്ചൺ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഇറച്ചി മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ഉള്ളി, 4 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം തൈര്, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കിലോ ഇറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 10 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. അപ്പോൾ 10 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് പാത്രം വെക്കാം. ഇനി ഇതിലേക്ക് 6 kg ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് സവാളയും പട്ട, ഗ്രാമ്പ്, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയിലൊന്ന് വാടിയതിന് ശേഷം 1 കിലോ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയിലൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത്, ഇപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇറച്ചിച്ചോറിനായതുകൊണ്ട് ഒരു 1.25 കപ്പ് വെള്ളമൊക്കെ മതിയാവും. കാരണം മസാലയുടെ വെള്ളം കൂടി വരുമല്ലോ, അതുകൊണ്ട് അങ്ങനെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കിടെ മൂടി തുറന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി ചോറ് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.